എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബൈക്യാമറലിസം, അതുപോലെ തന്നെ അതിൽ വരുന്ന ലോക്സഭ, രാജ്യസഭ, പിന്നെ അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് രാജ്യസഭ, പവേഴ്സ് ഓഫ് ലോക്സഭ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. പബ്ലിക് എക്സാമിന് കൃത്യമായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം പാർലമെൻറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മെത്തേഡാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ലോ അല്ലെങ്കിൽ ഒരു ബില്ല് നിയമമായിട്ട് കടന്നു വരുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ. പ്രധാനമായിട്ടും ലോ മേക്കിംഗ് പ്രൊസീജിയർ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ആർട്ടിക്കിൾ 107 to 122, അതായത് അനുച്ഛേദം 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിൾസാണ് ലോ മേക്കിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു വേണം, 107 മുതൽ 122 വരെ. ഇപ്പോൾ നമുക്കറിയാം പാർലമെൻറ്റ് നിരവധി നിയമങ്ങൾ പാസ്സാക്കാറുണ്ട് അല്ലേ. അതായത് ഒരു ബില്ല് നിയമമായിട്ട് മാറാറുണ്ട്. അത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെജിസ്ലേച്ചർ എന്ന് തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ലോ മേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ലെജിസ്ലേച്ചറിനെ പൊതുവെ അറിയപ്പെടുന്ന എന്താണ്? ലോ മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. നിയമങ്ങൾ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈ പറഞ്ഞ ലെജിസ്ലേച്ചറിൻ്റെ ജോലി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് പാസ്സാക്കുന്ന വിധം, ആ ബില്ല് എങ്ങനെയാണ് എന്തായി മാറുന്നത്, നിയമമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് റീഡിങ്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് റീഡിങ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് റീഡിങ് അതായത് ഒന്നാം വായന എന്ന് മലയാളത്തിൽ പറയും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിങ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ടാം വായന. അത് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് അടുത്ത വരുന്നുണ്ട്. അത് എന്ന് പറയുന്നത് കമ്മിറ്റി സ്റ്റേജ്, മറ്റൊന്ന് റിപ്പോർട്ട് സ്റ്റേജ്. ഇങ്ങനെ 2 പ്രക്രിയകളുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മൂന്നാമത്തെ സ്റ്റേജ് വരുന്നു, തേർഡ് റീഡിങ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്, ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ സെക്കൻഡ് റീഡിങ് കഴിഞ്ഞാൽ വരുന്ന 2 സ്റ്റേജസ് ഉണ്ട്, 2 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ കമ്മിറ്റി സ്റ്റേജും മറ്റൊന്ന് റിപ്പോർട്ട് സ്റ്റേജ്. റിപ്പോർട്ട് സ്റ്റേജും കഴിഞ്ഞാൽ വരുന്നതാണ് ഫൈനൽ റീഡിങ് അല്ലെങ്കിൽ തേർഡ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്ന് പറയുന്നത്. ആ മെത്തേഡുകൾ ഓർമ്മ വേണം. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്റ്റേജസ് വരുന്നുണ്ട്. ഒന്ന് കമ്മിറ്റി സ്റ്റേജ്, മറ്റൊന്ന് റിപ്പോർട്ട് സ്റ്റേജ്. റിപ്പോർട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ വരുന്നതാണ് ഫൈനൽ റീഡിങ്. ഫൈനൽ റീഡിങ് മീൻസ് തേർഡ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ഈ 3 സ്റ്റേജസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ ബില്ല് നിയമമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റീഡിങ് എന്നാണ്. ഫസ്റ്റ് റീഡിങ് എന്ന് വെച്ചാൽ ഒന്നാം വായന. അപ്പം ഇവിടെ തന്നെ പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ് എന്നാണ്. നമുക്കറിയാം
ബില്ല് പാസ്സാക്കുന്നത് ഏത് വിഭാഗം ബില്ലാണ്. ഇപ്പം എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത് ആരായിരിക്കും? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും, അല്ലേ? വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും ആ ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? സഭയുടെ സാങ്ഷൻ അല്ലെങ്കിൽ അംഗീകാരം, കൺസെൻറ്റ് വാങ്ങണം. ഈ ഇപ്പോൾ പാർലമെൻ്റ് ആണെങ്കിൽ MP, ആ MP എന്ത് ചെയ്യണം? പിന്നീട് പാർലമെൻറ്റിൻ്റെ കൺസെൻറ്റ് വാങ്ങണം ആദ്യം. അതിനുശേഷമാണ് ഏത് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് ആ ബില്ല് എന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ ബില്ലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യം ഈ പറഞ്ഞ മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ MP എന്ത് ചെയ്യുന്നു? സഭയുടെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ആ ബില്ല് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ്. പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റാണ്, ആ ബില്ല് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഏതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ മിനിസ്റ്റർ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫസ്റ്റ് റീഡിംഗ് മീൻസ് നമുക്കിങ്ങനെ പറയാം, എന്താണ്? പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ് ബൈ MP ഓർ മിനിസ്റ്റർ. മനസ്സിലായ? അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ഫസ്റ്റ് റീഡിംഗ് പറഞ്ഞു ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന്, അതിൻ്റെ ആ ബില്ലുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷനാണ് ഏതിൽ പറയുന്നത്? ഫസ്റ്റ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ സെക്കൻഡ് റീഡിംഗ് വരും, രണ്ടാം വായന. സെക്കൻഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് ഡിസ്കസ് അബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. അതായത് MP അല്ലെങ്കിൽ മിനിസ്റ്റർ അവതരിപ്പിച്ച ബില്ലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഡിസ്കഷൻ നടക്കുകയാണ് ചെയ്യുന്ന ഒരു സ്റ്റേജസ് ആണ് ഈ സെക്കൻഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് എനി ഡിസഗ്രി ഇൻ ദ സബ്ജക്റ്റ് പ്രസൻറ്റഡ്, ദ MPs ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. ഇപ്പോൾ നമുക്കറിയാം, ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്ത് ചെയ്യും? എഗ്രി ചെയ്യും, എഗ്രി ചെയ്യാത്തവരുണ്ട്. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ആ സഭയുടെ കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മിനിസ്റ്റർ അല്ലെങ്കിൽ MP എന്ത് ചെയ്യുന്നത്? ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള ഏറ്റവും വലിയൊരു ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയമാണ് ഈ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ബില്ലിൻ്റെ ചർച്ച നടക്കുകയാണെങ്കിൽ ആ ബില്ലിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇതിപ്പം നിലവിൽ ഇത് വേണ്ടി വേണോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റീഡിസ്കഷൻ നടക്കുന്ന ഒരു സമയമാണ് ഏതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തീർക്കാം. പക്ഷേ ഒരുപാട് സമയം എടുക്കുന്ന ടൈമാണ് ഈ റീഡിസ്കഷൻ ടൈം അല്ലെങ്കിൽ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ബില്ല് അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 സ്റ്റേജസും വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. പക്ഷേ അങ്ങനെയല്ല. പാർലമെൻറ്റിൽ എന്ത് നടക്കാറുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സമയങ്ങൾ എടുക്കാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് ഒരു ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല? പാസ്സാക്കി എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെന്തുണ്ട്? പ്രൊസീജിയേഴ്സ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിൽ വരുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റേജസ് ആണ് ഏതെന്ന് പറയുന്നത്? സെക്കൻഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞ ദി സെയിം സബ്ജക്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റഡ് ദ MPs ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. ഈ സെയിം സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നിലവിൽ അതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതിലെന്തെല്ലാം കാര്യങ്ങൾ പിന്നീട് കൂടുതലായിട്ട് എടുക്കാം, ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു വലിയ ഒരു ചർച്ചയാണ് പിന്നെ ഇവിടെ നടക്കുന്നത്, രണ്ടാമത്തെ ആ സ്റ്റേജിൽ നടക്കുന്നത്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദർ ഈസ് എനി ഡിസഗ്രി ഇൻ ദ സബ്ജക്റ്റ്
presented the MPs can re-discuss about the same subject. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡിങ് പറഞ്ഞു, ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് വരെയാണ്. വേറെ ഇതിൽ എന്താണ് ഡിസഗ്രി ചെയ്യുന്ന ഉണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വശങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റേജസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? പ്രസൻറ്റഡ് ദ MPs ക്യാൻ റീഡിസ്കസ് അബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. ഈ സെയിം സബ്ജക്റ്റ് തന്നെ എന്ത് ചെയ്യും, പിന്നീട് ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ചർച്ച നടക്കുന്ന സമയമാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജ്. ആ രണ്ടാമത്തെ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്കൻഡ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് റീഡിസ്കസ് അബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. അതിനെക്കുറിച്ച് എന്താണ് റീഡിസ്കഷൻ നടക്കുന്ന ടൈമാണ് ഏതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അതാണ് ഏത് സെക്കൻഡ് റീഡിങ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഫസ്റ്റ് റീഡിങ്. ഫസ്റ്റ് റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രസൻറ്റേഷൻ ഓഫ് എ ബില്ല്. മിനിസ്റ്റർ അല്ലെങ്കിൽ MP സഭയുടെ കൺസെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം ബില്ലിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്ന സ്റ്റേജസ് ആണ് ഫസ്റ്റ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ സെയിം സബ്ജക്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, റീഡിസ്കഷൻ നടക്കുന്ന വേളയാണ് ഏതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ടൈം, ഒരുപാട് സമയം എടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വേദിയാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഈ പറഞ്ഞ ഒന്ന് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി സ്റ്റേജാണ്. കമ്മിറ്റി സ്റ്റേജ് കേട്ടോ. കമ്മിറ്റി സ്റ്റേജസ് എന്നാണ് പറയുന്നത്. കമ്മിറ്റി സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയും. കമ്മിറ്റി സ്റ്റേജ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ റീഡിസ്കഷൻ സെക്കൻഡ് റീഡിങ്ങിൽ റീഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇതിൽ കമ്മിറ്റികൾ രൂപീകരിക്കും. അതായത് ഇഫ് ദ പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ് ഈവൻ ആഫ്റ്റർ ദ റീഡിസ്കഷൻ ഓഫ് എ സബ്ജക്റ്റ് by the MPs, a committee is formed to study about that subject. It is called committee stage എന്നാണ്. അപ്പോൾ എന്താണ് കമ്മിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ് ഈവൻ ആഫ്റ്റർ ദ റീഡിസ്കഷൻ ഓഫ് എ സബ്ജക്റ്റ് ബൈ ദ MPs, a committee is formed to study about that subject. നമ്മൾ പറഞ്ഞു സെക്കൻഡ് റീഡിങ്ങിൽ ഒരുപാട് റീഡിസ്കഷൻ നടക്കുന്ന സമയമാണ്. റീഡിസ്കഷൻ നടന്നിട്ടും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറയാതെ പുതിയ കാര്യങ്ങൾ എന്തെല്ലാം ആഡ് ചെയ്യണമോ അല്ലെങ്കിൽ എടുത്ത് മാറ്റണമോ അങ്ങനെയൊക്കെ, അതായത് ചർച്ചകൾ നടക്കുന്നതാണ്. അപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യണമോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി സ്റ്റേജ് ഫോം ചെയ്തിരിക്കുന്നത്. കമ്മിറ്റി സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഒപ്പോസിഷനിലെ അംഗങ്ങളും ഈ പറഞ്ഞ ഇതിൽ അംഗങ്ങളായിട്ട് ഉണ്ടാവും. ഈ കമ്മിറ്റി സ്റ്റേജിൽ ഉണ്ടാവും. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ബില്ല് അവതരിപ്പിക്കുന്ന റൂളിംഗ് പാർട്ടി ആയിരിക്കും. റൂളിംഗ് പാർട്ടിയിലെ MPയോ അല്ലെങ്കിൽ അതിൽ വരുന്ന മിനിസ്റ്ററോ ആയിരിക്കും ഈ പറഞ്ഞ ബില്ല് അവതരിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അപ്പം ഇതിൻ്റെ ഈ ബില്ലിനെ കുറിച്ചുള്ള അതിൻ്റെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, ഗുണങ്ങളും ദോഷങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒപ്പോസിഷൻ പാർട്ടിയിലെ ലീഡേഴ്സിനെയും കൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിലെ മെമ്പർമാരെയും കൂടെ എന്തിലോട്ട് ആഡ് ചെയ്യും, ഈ പറഞ്ഞ കമ്മിറ്റിയിലേക്ക് ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് അവരെയും കൂടെ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞാൽ കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കമ്മിറ്റി സ്റ്റേജ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞാൽ വരുന്ന അടുത്ത, അല്ലെങ്കിൽ സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഒരു സ്റ്റേജസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ പിന്നീട് കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ് ഈവൻ ആഫ്റ്റർ ദ റീഡിസ്കഷൻ ഓഫ് എ സബ്ജക്റ്റ് by the MPs, a committee is formed to study about that subject. It is called committee stage. Okay.
ഇനി കമ്മിറ്റി സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് സ്റ്റേജ് വരുന്നത്. മനസ്സിലായോ? റിപ്പോർട്ട് സ്റ്റേജ്. കമ്മിറ്റി സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് റിപ്പോർട്ട് സ്റ്റേജ്. അതായത് നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഒരുപാട് നമുക്കറിയാം, ഈ പറഞ്ഞ മെത്തേഡുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം തന്നെ ഒരുപാട് ടൈം എടുക്കുന്നതാണ്. മനസ്സിലായില്ല? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് ടൈം പാർലമെൻറ്റിൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി അതിൽ വരുന്ന റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ കമ്മിറ്റി സ്റ്റഡി അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് ആൻഡ് മേക്ക് റിപ്പോർട്ട്. മനസ്സിലായില്ലേ? കമ്മിറ്റി സ്റ്റേജ് നമ്മൾ പറഞ്ഞു, കമ്മിറ്റി സ്റ്റേജ് ഇതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്യും? അവതരിപ്പിക്കും. മനസ്സിലായില്ലേ? പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു വേദിയാണ് ഈ ഏതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായാൽ? അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ട് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കമ്മിറ്റി സ്റ്റഡി അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് ആൻഡ് മേക്ക് റിപ്പോർട്ട്. റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്യും? കൊണ്ടുവരും. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ട് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായാൽ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ. ലോ മേക്കിംഗ് പ്രൊസീജിയറിൽ വരുന്നത് ആദ്യം വരുന്ന ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ്. സെക്കൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ റീഡിസ്കഷൻ എബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. അത് കഴിഞ്ഞാൽ കമ്മിറ്റി സ്റ്റേജ് വരുന്നു. ആ കമ്മിറ്റി സ്റ്റേജിൽ ഒപ്പോസിഷനിലെയും മെമ്പേഴ്സുണ്ടാവും. അത് കഴിഞ്ഞ് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? റിപ്പോർട്ട് സ്റ്റേജിലായിട്ട് വിടും. അതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ കമ്മിറ്റി സ്റ്റഡി അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് ആൻഡ് മേക്ക് റിപ്പോർട്ട്. അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ ഈ രണ്ട് സ്റ്റേജസ് കഴിഞ്ഞാൽ വരുന്ന മൂന്നാമത്തെ, അതായത് ഫൈനൽ സ്റ്റെപ്പാണ് ഏതെന്ന് പറഞ്ഞാൽ തേർഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് റീഡിംഗ് ഫൈനൽസ് ആണ്. നമുക്ക് ടോട്ടൽ 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. പക്ഷേ സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞിട്ട് 2 സ്റ്റേജസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ കമ്മിറ്റി സ്റ്റേജും മറ്റൊന്നേത് റിപ്പോർട്ട് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജസ് വരും. ഫൈനൽ പ്രോസസ് എന്ന് പറയുന്നത് തേർഡ് റീഡിംഗ് ആണെന്ന് പറയുന്നത്. തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ഈസ് പ്രസൻറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ MP. മനസ്സിലായില്ലേ? അതായത് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തേർഡ് റീഡിങ്ങിൽ ഈ പറഞ്ഞ മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഇത് പ്രസൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ബില്ല് എന്ത് ചെയ്യും? വോട്ടിനിടുന്നു. വോട്ടിനിട്ടതിന് ശേഷം പാർലമെൻറ്റിൽ ഈ പറഞ്ഞ മെമ്പേഴ്സ് ഇതിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഈ ബില്ല് എന്ത് ചെയ്യും? പാസ്സാവും. പാസ്സായതിന് ശേഷം എന്ത് ചെയ്യും? ഇതിന് അംഗീകാരം കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ, അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ഈ ബില്ല് ആർക്ക് അയച്ചു കൊടുക്കും? പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കും. രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കും. രാഷ്ട്രപതി ഇതിൽ സൈൻ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും? ഈ ബില്ല് നിയമമായിട്ട് മാറും. അതാണ് ഇതിൻ്റെ ഫൈനൽ റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂളിംഗ് പാർട്ടി ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ബില്ലുകൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ ബില്ല് എന്ത് ചെയ്യും? പാസ്സാക്കിയതിന് ശേഷം, അതായത് തേർഡ് റീഡിങ്ങിൽ ഈ റിപ്പോർട്ട് സ്റ്റേജിങ് കഴിഞ്ഞിട്ട് തേർഡ് റീഡിങ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് ഈ പാർലമെൻറ്റ് ഇത് വോട്ടിനിട്ടതിന് ശേഷം മെജോറിറ്റി വോട്ട് കിട്ടുകയാണെങ്കിൽ ഈ ബില്ല് എന്തായി മാറും? ആ ബില്ല് പാസ്സാവുകയും പാസ്സായതിന് ശേഷം ഈ ബില്ല് എന്ത് ചെയ്യും? പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കുകയും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും രാഷ്ട്രപതി അതിൽ സൈൻ ചെയ്യുന്നതോടുകൂടി ആ ബില്ല് എന്തായി മാറുന്നു? ലോ ആയിട്ട് മാറുകയാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ബില്ല് വേണമെങ്കിൽ സൈൻ ചെയ്യാതെ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. മനസ്സിലായില്ലേ? തിരിച്ചയച്ചാൽ വീണ്ടും പാർലമെൻറ്റിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പ്രസിഡന്റ് വീണ്ടും അയച്ചു കൊടുക്കുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്തേ പറ്റൂ? സൈൻ ചെയ്തേ പറ്റൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സൈൻ ചെയ്തേ പറ്റുള്ളൂ. പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി അത് നിയമമായിട്ട് മാറുന്നത്. പക്ഷേ അവിടെ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതൊക്കെ ആ സമയങ്ങളിലാണ് പ്രസിഡൻറ്റിന് നോമിനൽ പവർ അല്ലെങ്കിൽ നോമിനൽ എക്സിക്യൂട്ടീവ്. കാര്യം ആദ്യം ഇത് പാസ്സാക്കിയ ശേഷം അയച്ചു കൊടുക്കുന്നു. പ്രസിഡന്റ് വേണമെങ്കിൽ തിരിച്ചയക്കാം. വീണ്ടും പാർലമെൻറ്റിൽ അയച്ചു കൊടുക്കുമ്പോൾ പ്രസിഡന്റ് സൈൻ ചെയ്തേ പറ്റൂ. ആ സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ വീണ്ടും സൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് അവിടെ എന്താണ്? നോമിനൽ എക്സിക്യൂട്ടീവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ നോമിനൽ പവർ മാത്രമാണ് ഉള്ളൂ എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ്
അപ്പോൾ ഇത് ഫൈനൽ റീഡിങ്ങിൽ ഇത് പാസ്സാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? പാസ്സാക്കിയതിന് ശേഷം പ്രസിഡന്റ് അയച്ചു കൊടുക്കുന്നു. പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ ബില്ല് നിയമമായിട്ട് മാറും. അത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞ ഇതാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ലോ മേക്കിംഗ് പ്രൊസീജിയർ, ഒരു നിയമം മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെയാണ്, അതിൽ പാർലമെൻറ്റിൽ നടക്കുന്ന ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആ ഘട്ടങ്ങളിൽ ഒന്ന് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയും, ഒന്നാം വായന എന്ന് പറയും. ഫസ്റ്റ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷം ആരാണിത് പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെങ്കിൽ അങ്ങനെ അത് എന്ത് ചെയ്യും, അദ്ദേഹം സഭയുടെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷം ആ ബില്ലിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നു. അതാണ് പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ്. രണ്ടാമത് പറയുന്നത് സെക്കൻഡ് റീഡിംഗ്. സെക്കൻഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഡിസ്കസസ് അബൌട്ട് ദി സെയിം സബ്ജക്റ്റ്. അതിനെക്കുറിച്ചുള്ള ഒരു റീഡിസ്കഷൻ ടൈമാണ് നടക്കുന്നത്. വളരെ ടൈം എടുക്കുന്ന ഒരു സമയമാണത്. അതിനുശേഷം ആ ചർച്ച നടന്നതിന് ശേഷം വരുന്ന അടുത്ത സ്റ്റേജാണ് കമ്മിറ്റി സ്റ്റേജ്. കമ്മിറ്റി സ്റ്റേജും ഇതുപോലെയാണ്. ഈ ബില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ചർച്ച നടക്കുകയും അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡേഴ്സും ഈ പറഞ്ഞ കമ്മിറ്റി സ്റ്റേജിലുണ്ടാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നും എന്നുള്ളതൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സ്റ്റേജാണ് കമ്മിറ്റി സ്റ്റേജ്. കമ്മിറ്റി സ്റ്റേജ് കണ്ടെത്തിയ കാര്യങ്ങളാണ് പിന്നീട് എന്തായിട്ട് അവതരിപ്പിക്കുന്നത്, റിപ്പോർട്ട് സ്റ്റേജിൽ പറയുന്നത്, റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഫൈനലായിട്ട് എന്ത് വരുന്നു? ഫൈനൽ എന്ന് പറയുന്നത് തേർഡ് റീഡിംഗ്. തേർഡ് റീഡിങ്ങിൽ ഈ പറഞ്ഞ രീതിയിൽ ഇതിലുള്ള MP അല്ലെങ്കിൽ മിനിസ്റ്റർ ഈ പറഞ്ഞ രീതിയിൽ ബില്ല് വോട്ടിങ്ങിനായിട്ട് ഇടുന്നു. പ്രസൻറ്റ് ചെയ്തതിന് ശേഷം വോട്ടിങ്ങിനായിട്ട് ഇടുന്നു. പാർലമെൻറ്റ് മെജോറിറ്റി കൂടി ബില്ല് പാസ്സാവുകയാണെങ്കിൽ പാസ്സായതിന് ശേഷം ഈ ബില്ല് പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കുകയും പ്രസിഡൻറ്റ് ഇത് സൈൻ ചെയ്യുന്നതോടുകൂടി ഈ ഒരു ബില്ല് ലോ ആയിട്ട് മാറുകയാണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു പ്രസിഡൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ചയക്കാം. തിരിച്ചയച്ചാലും പാർലമെൻറ്റ് എന്ത് ചെയ്യും, വീണ്ടും അങ്ങോട്ട് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം സൈൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെന്ന് പറയുന്നത്, നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് പിന്നീട് ഷുവറായിട്ടും ഈ ഒരു ടോപ്പിക്ക് എക്സാമിന് കിട്ടുകയും ചെയ്യും. ഓക്കെ.